ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മണി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് OnePlus 11 വേഴ്സസ് നമ്മുടെ iQOO ആയിട്ടുള്ള കമ്പാരിസൺ റിവ്യൂ ആണ്. സോ ഇത് നമ്മുടെ എറ്റേണൽ ഗ്രീൻ കളർ OnePlus 11 ഇത് നമ്മുടെ ലെജൻഡ് iQOO ആണ് ഇരിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്പ്ലേ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ രണ്ടും ക്വാഡ്രേറ്റ് ഡിസ്പ്ലേസ് ആണ് നമ്മുടെ iQOO അതുപോലെ OnePlus 11. പക്ഷേ നമ്മുടെ OnePlus 11 ഞാൻ ലോക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇത് കേർവ് ഡിസ്പ്ലേസ് ആണ് OnePlus 11 വരുന്നത്. ഞാൻ ഡിസ്പ്ലേ കമ്പാരിസൺ കാണിച്ചു തരാം. ആൻഡ് ഇത് നമുക്ക് ഫ്ലാറ്റ് ഡിസ്പ്ലേസ് ആണ്. സോ ഒബ്വിയസ്ലി ഒരു പ്രീമിയം ലുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ കേർവ് ഡിസ്പ്ലേസ് ഇഷ്ടപ്പെട്ടവർക്ക് ഡയറക്റ്റ് ഓപ്ഷൻ നമ്മുടെ OnePlus 11 തന്നെയാണ്. പക്ഷേ നെക്സ്റ്റ് തിങ് വെച്ച് കഴിഞ്ഞാൽ റീഫ്രഷ് റേറ്റ് ആണ് അതിന്റെ ടെക്നോളജി. സോ ഇത് നമ്മുടെ LTPO3 ടെക്നോളജി ഉപയോഗിച്ചിട്ട് 120 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് വരിക. ആൻഡ് ഇത് നമുക്ക് LTPO4ഉം 144 ഹെർട്സ് റിഫ്രഷ് റേറ്റ് ആണ് നമ്മുടെ iQOO വരുന്നത്. സോ അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ രണ്ടും 1 ബില്യൺ കളർ പ്രൊട്ടക്ഷൻ ഉണ്ട്. രണ്ടിനും യൂസ് ചെയ്യുന്ന പ്രൊട്ടക്ഷൻ വെച്ചാൽ കോണിംഗ് ഗോറില്ലാസ് വിക്ടേഴ്സ് പ്രൊട്ടക്ഷൻ ആണ് രണ്ടിനും യൂസ് ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡിസ്പ്ലേ ആൻഡ് ബ്രൈറ്റ്നസ്. സോ നമുക്കിവിടെ ഒരു ഐ കംഫർട്ട് മോഡ് രണ്ടിനും അവൈലബിൾ ആണ്. ഐ കംഫർട്ട് മോഡ്, സോ ഇതാണ് ഐ പ്രൊട്ടക്ഷൻ മോഡ്. പിന്നെ സ്ക്രീൻ കളർ മോഡ് ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതിനകത്ത് നമുക്ക് ഇത് സ്ക്രീൻ കളേഴ്സ് ഓപ്ഷൻ ഉണ്ട് ഇവിടെ. അതിനകത്ത് നമുക്ക് ഏറ്റവും മാക്സിമം വൈബ്രൻറ്റ് ബ്രൈറ്റ് ഇടുക, ബ്രൈറ്റ്. ആൻഡ് ദെൻ നമ്മുടെ സ്ക്രീൻ കളർ മോഡ് OnePlusനകത്ത് സിനിമാറ്റിക്കിലാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വൈബ്രൻറ്റ് ടോൺസ് കിട്ടുന്നത്. സോ സ്ക്രീൻ റെസൊല്യൂഷൻ ഓട്ടോ സെലക്ട് ആണ്. അത് ഞാൻ മാറ്റിയിട്ട് Quad HD+ രണ്ടിലും ആക്കാൻ പോവാണ്. 2K Quad HD, ഓക്കെ. സോ രണ്ടിനും Quad HD+ ആക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വെച്ച് നമ്മുടെ സ്ക്രീൻ റിഫ്രഷ് റേറ്റ് ഹൈ ആണ്, 120 ഹെർട്സ് എടുക്കുന്നുണ്ട്. ആൻഡ് ഇത് സ്ക്രീൻ റിഫ്രഷ് റേറ്റ് സ്റ്റാൻഡേർഡ് കൊണ്ട് ഹൈ ഉണ്ട്. ഹൈ ആണ് നമ്മുടെ 144 ഹെർട്സ്. ഇത് LTPO4 ആയാണ് നല്ല രീതിയിൽ ഒപ്റ്റിമൈസ് ചെയ്യും നമ്മുടെ കണ്ടന്റ് അനുസരിച്ച് ഡൈനാമിക് ആയിട്ട്. ബട്ട് സ്റ്റിൽ ഞാനിപ്പോൾ കറൻ്റ് ഞാൻ 144 ഹെർട്സ് ആയിട്ട് ഇടുവാണ്. ഓക്കെ. ആൻഡ് ദെൻ എക്സ്ട്രാ ഓപ്ഷൻസ് കാണിച്ചു തരാം. ഇമേജ് ഷാർപ്പനർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. നമുക്ക് നമ്മുടെ ലോ ക്വാളിറ്റി ഇമേജസ് ആൻഡ് വീഡിയോസ് കുറച്ച് എൻഹാൻസ് ചെയ്യാൻ വേണ്ടി. പിന്നെ വീഡിയോ കളർ എൻഹാൻസർ, കളർ ബൂസ്റ്റ് ചെയ്യും, അത് ഓണാണ്. പിന്നെ ബ്രൈറ്റ് HDR വീഡിയോ മോഡ് അത് ഓണാണ്. നമ്മുടെ വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് ഞാൻ ഇതിനകത്ത് ടേൺ ഓൺ ചെയ്യാം. ഓക്കെ ഓക്കെ ഒരു നോട്ടീസബിൾ ഡിഫറൻസ് ഒന്നുമില്ല. ബട്ട് നമുക്കൊരു സ്ലൈറ്റ് ഇതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ഭയങ്കര ലൈറ്റായിട്ട്. ബട്ട് നോട്ട് എ ബിഗ് ഡിഫറൻസ്. ഗൈസ്, ഇതാണ് നമ്മുടെ iQOO 11 ആൻഡ് ഇതാണ് നമ്മുടെ OnePlus 11. ഓക്കെ, രണ്ടും അടിപൊളിയാണ്. പക്ഷെ നോക്കിയാലും കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ iQOO 11 OnePlus 11-നേക്കാളും. ഓക്കെ. പിന്നെ രണ്ടും 1440x3216 ആണ് നമ്മുടെ OnePlus 11-എങ്കിൽ 3200 ആണ് നമ്മുടെ iQOO 11 വന്നിരിക്കുന്നത്. പിന്നെ PPയുടെ കാര്യം നോക്കുകയാണെങ്കിൽ 425 PP ഉണ്ട് നമ്മുടെ OnePlus 11. 418 PP ആണ് നമ്മുടെ iQOO 11. നോട്ട് ഭയങ്കര ലൈറ്റ് ഡിഫറൻസ് ആണ് വന്നിരിക്കുന്നത്. പക്ഷേ പീക്ക് ബ്രൈറ്റ്നസ് ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ തന്നെ ഇവിടെ അറിയാം ചെറിയൊരു ബ്രൈറ്റ്നസിൻ്റെ കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇതിൻ്റെ പീക്ക് ബ്രൈറ്റ്നസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 1300 നിറ്റ്സ് ആണ് OnePlus 11-എങ്കിൽ. ഇവിടെ നമുക്ക് വരുന്നത് 1800 നിറ്റ്സ് പീക്ക് ബ്രൈറ്റ്നസ്. അതിനെയാണ് ഈ ഒരു സീരീസ് ഒക്കെ നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു ബ്രൈറ്റ്നസ് ഫീൽ ചെയ്യുന്നുണ്ട്. കേട്ടോ, എൻ്റെ ഈ രണ്ട് ഏരിയാസ് ഒന്ന് മാത്രം നോക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ ബ്രൈറ്റർ ഔട്ട്പുട്ട് കിട്ടുന്നത് നമ്മുടെ വാട്ട് വി കോൾ iQOO 11 ആണ്. iQOO 11 പിന്നെ OnePlusൻ്റെ ആ കേർവ് ഡിസ്പ്ലേസ് കാരണം അതിൻ്റെ ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഉണ്ട്. ഓക്കെ, സോ that's it. നെക്സ്റ്റ് നമുക്ക് ഓഡിയോ ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ OnePlus 11-ന്റെ ഓഡിയോ ചെക്ക് ചെയ്യാം. ഓക്കെ, നല്ല ഔട്ടാണ് കേട്ടോ അത്യാവശ്യം. ഇനി നമ്മുടെ iQOO 11. സോ ഒബ്വിയസ്ലി കുറച്ചും കൂടെ ബേസ് ലൗഡ്നെസ് ഒക്കെ കൂടുതലുള്ളത് നമ്മുടെ OnePlus 11-നാണ്. സോ ഇതിനകത്ത് അത്യാവശ്യം സ്റ്റീരിയോ എഫക്റ്റ് ഒക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ആ ബേസ് ടോൺസ് ഉണ്ടല്ലോ, ദാറ്റ് മീൻസ് ആ ബേസിലെ ടോൺസ് കുറച്ചും കൂടെ എടുത്ത് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇച്ചിരി ലൗഡ്നെസ് കൂടെ ലൈറ്റ് ആയിട്ട് കൂടുതലുണ്ട്. പക്ഷേ ഇതിനകത്ത് സ്റ്റീരിയോ എഫക്റ്റ് എനിക്ക് കുറച്ചും കൂടെ ഇമ്മേഴ്സീവ് ആയിട്ട് സ്റ്റീരിയോ എഫക്റ്റ് തോന്നിയത് എനിക്ക് ഇതിനകത്ത്. പക്ഷേ ബേസും അതുപോലെ തന്നെ ലൗഡ്നെസ്സും കുറച്ചുകൂടെ കൂടുതൽ തോന്നിയത് നമ്മുടെ OnePlus 11-ലാണ്. നെക്സ്റ്റ് CPU ടെസ്റ്റ് ആണ്. ഓക്കെ, സോ CPU ടെസ്റ്റ് റൺ ചെയ്തപ്പോൾ അവിടെ ഒരു സർപ്രൈസ് ഉണ്ടായി, കാണിച്ചു തരാം. സോ രണ്ടും എക്സാക്ട്ലി 85% ആണ് ത്രോട്ടിലായത്, രണ്ട് എക്സാക്ട് 85%. പക്ഷെ ഇതിന്റെ മാക്സിമം ജിപ്സ് വന്നിരിക്കണം ഓൾമോസ്റ്റ് 4 lakh അടുത്ത് നമ്മുടെ iQOO 11 വന്നിരിക്കുന്നത്. അത് 2.5 lakh ആണ് ജിപ്സ് മാക്സിമം നമുക്ക് ഇവിടെ OnePlus 11 വന്നിട്ടുണ്ട്. സോ ഒരു സിഗ്നിഫിക്കൻറ്റ് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ പെർഫോമൻസിൽ. സോ ഒരെണ്ണം പക്ക ഗെയിമിങ്ങിന് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കണം, ഒരെണ്ണം പക്ക കണ്ടോ ആ മൊഡ്യൂൾ കണ്ടോ ക്യാമറയ്ക്കും കോൺസെൻട്രേറ്റ് ചെയ്യണം, ആ രീതിയിലാണ് സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഒരു ക്ലിയർ അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞാൽ ട്രിഗേഴ്സ്, ഗെയിമിംഗ് ട്രിഗേഴ്സിന്റെ അൾട്രാ ഗെയിം മോഡ് എന്നൊരു മോഡുണ്ട് നമ്മുടെ iQOO 11-ൽ. പിന്നെ നമ്മൾ OnePlusന്റെ ബാറ്ററിക്കകത്ത് ഹൈ പെർഫോമൻസ് മോഡ് എന്ന് മീൻസ് മാക്സിമം പെർഫോമൻസ് ആയിട്ട് അങ്ങനെ ഹൈ പെർഫോമൻസ് മോഡ് എന്ന് പറഞ്ഞ മോഡുണ്ട് കേട്ടോ. ഓക്കെ, ആൻഡ് ദെൻ നമ്മുടെ അൾട്രാ ഗെയിം മോഡ് ഞാൻ ഓപ്പൺ ആക്കാം. ജസ്റ്റ് സപ്പോർട്ട് ഗെയിം ഓപ്പൺ ചെയ്യാം.
കോൾ ഓഫ് ഡ്യൂട്ടി ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ആൻഡ് ഇവിടെ കണ്ടോ എല്ലാം ഓണായിട്ടുണ്ട്. ആൻഡ് ജസ്റ്റ് ഇവിടെ ഞാൻ സ്വൈപ്പ് ചെയ്യാം. ഇവിടെ നിന്നാണ് നമ്മുടെ ഗെയിം മോഡ് വരുന്നത്. കണ്ടോ മോൺസ്റ്റർ മോഡാണ് മാക്സിമം പെർഫോമൻസ് കിട്ടാൻ. പിന്നെ ബാലൻസ് മോഡ് ഉണ്ട്, പിന്നെ ബാറ്ററി സേവർ മോഡൊക്കെ അവിടെ അവൈലബിൾ ആണ്. പിന്നെ ഞാൻ പറഞ്ഞ 4D ഗെയിമർ, ദാറ്റ് മീൻസ് നമ്മൾ ആ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് മീൻസ് ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ കിട്ടാൻ വേണ്ടി. പിന്നെ സ്പോർട്സ് മോഡ്, ദാറ്റ് മീൻസ് ആ മാക്സിമം ആ ഒരു ഡിസ്പ്ലേ എൻഹാൻസ്മെൻറ്റ് എല്ലാം കിട്ടാൻ വേണ്ടി. പിന്നെ വോയിസ് ചേഞ്ചർ, നമുക്ക് അവിടെ വോയിസ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആർട്ടിഫിഷ്യൽ മോഷൻ കൺട്രോൾ പ്രഷർ സെൻസിറ്റീവ് സ്ക്രീൻ, ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഷൂട്ടിങ് കാര്യങ്ങൾ കൊണ്ടുവന്ന് വെച്ചോ. ഇപ്പോൾ മോഷൻ കൺട്രോൾ ടാപ്പ് ചെയ്തിട്ട് മോഷൻ കൺട്രോൾ ഇവിടെ ഓണാക്കുക. ടിൽറ്റ് ലെഫ്റ്റ് ജസ്റ്റ് ഇപ്പോൾ എനേബിൾ കൊടുക്കാൻ. ടിൽറ്റ് ലെഫ്റ്റ് ഈ ഷൂട്ട് ചെയ്ത് കൊടുക്കുവാണ്. ഇവിടെ ഷൂട്ട് ഉണ്ടെന്ന് വെച്ചോ. ദാറ്റ് മീൻസ് നമ്മളിപ്പോൾ ഷൂട്ടിംഗ് ഗെയിംസ് ഇവിടെ ഷൂട്ട് ഉണ്ടാവുമല്ലോ. ആൻഡ് ഇപ്പോൾ അടുത്ത ഷൂട്ടല്ല ഇവിടെ ജമ്പാന്ന് വെച്ചോ, അല്ലെങ്കിൽ ടേണോ അല്ല ഇവിടെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ടിൽറ്റ് ലെഫ്റ്റിന് ഈ സ്ഥലത്ത് അസൈൻ ചെയ്താൽ മീൻസ് ഞാൻ ലെഫ്റ്റ് ഇടാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫംഗ്ഷൻ വർക്കാവും. ഇപ്പോൾ എന്താണ്, ഇപ്പോൾ എനിക്ക് എനിമിനെ കണ്ടു, ഞാൻ ജസ്റ്റ് ഇങ്ങനെ കാണിച്ചാൽ മതി ഷൂട്ട് ആയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഇങ്ങനെ കാണിച്ചാൽ ഷൂട്ട് ആയിക്കൊണ്ടിരിക്കും. അതാണ് സംഭവം. ഇനി ടിൽറ്റ് റൈറ്റ് വേറെ ഷൂട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇവിടെ ഷൂട്ട് ചെയ്ത് കൊടുക്കാം, വേറെ ബട്ടൺ അസൈൻ ചെയ്യാം. അപ്പോൾ അത് ജസ്റ്റ് റൈറ്റ് കാണിക്കുമ്പോൾ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ട് വി കോൾ ഷൂട്ട് സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. പ്രഷർ സെൻസിറ്റീവ് ഇതാണ് എൻ്റെ ഫേവറേറ്റ് ഓപ്ഷൻ. ഓക്കെ, സോ ഇത് ലെഫ്റ്റ് റൈറ്റ് 2 ഓപ്ഷൻസ് ഉണ്ട്. സോ ലെഫ്റ്റ് ഞാൻ ഈ ഷൂട്ട് ഇടും, റൈറ്റ് ഈ ഷൂട്ട് ഇടും. സോ എന്നെ കൊണ്ട് മെയിൻ ഡബിൾ മാപ്പിംഗ് ചെയ്യാട്ടോ. ഡബിൾ മാപ്പിംഗ് L1 L2 ഞാൻ സിംഗിൾ മാപ്പിംഗ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, സോ ലെഫ്റ്റും റൈറ്റും കൊടുക്കുകയാണ് ഞാൻ കേട്ടോ, സിംഗിൾ മാപ്പിംഗ്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൈറ്റ് ഷൂട്ട് ഇടും, ലെഫ്റ്റ് ഷൂട്ട് ഇടും. ഡൺ കൊടുത്തു. ഇപ്പം എന്നെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇങ്ങനെ നമ്മുടെ ജോയിസ്റ്റിക്ക് വെച്ചിട്ട് ഇങ്ങനെയാണല്ലോ ഓടുക. അപ്പോൾ അന്നേരം ഇവിടെ ഹാർഡ് പ്രസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. നമുക്കൊരു പ്രസ്സിങ്ങിൻ്റെ നമ്മുടെ ഐഫോണിൻ്റെ 3 ടച്ച് പോലത്തെ ഫീഡ്ബാക്ക് കിട്ടും നമുക്ക് നിൽക്കുമ്പോൾ. സോ ഇങ്ങനെ ഹാർഡ് പ്രസ് ചെയ്യുമ്പോൾ ഷൂട്ടും ആവും. ഓക്കെ, സോ നമുക്കൊരു ട്രിഗർ വിത്തൗട്ട് ഇങ്ങനത്തെ ട്രിഗറിന് പകരമായിട്ട് നമുക്ക് ഈ ട്രിഗേഴ്സ് ഉപയോഗിക്കാം. അതാണ് നമ്മുടെ പ്രഷർ സെൻസിറ്റീവ്. പിന്നെ നമുക്ക് എക്സ്ട്രാ ഞാൻ പറഞ്ഞ ഗെയിം ഡിസ്പ്ലേ എൻഹാൻസ്മെൻറ്റ്, പിന്നെ നമ്മുടെ ഗെയിം ഫ്രെയിം റേറ്റ് ഇൻ്റർപോളേഷൻ കണ്ടോ, ഫ്രെയിം റേറ്റ് ബൂസ്റ്റ്. അങ്ങോട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം FPS നമുക്ക് ഗെയിം കളിക്കാം. നെക്സ്റ്റ് നമ്മുടെ UI നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് ഓക്സിനോയ്സും ഇവിടെ നമുക്ക് ഫൺ ടച്ച് ഓയ്സും ആണ് വരുന്നത്. ആൻഡ് നമ്മുടെ IQൻ്റെ ഒക്കെ 30K സെഗ്മെന്റിനകത്ത് കണ്ടുവരുന്ന ആ സെയിം ആയിട്ടുള്ള ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ്, അങ്ങനെ ആ സെക്ഷനകത്ത് ഉണ്ട്. മീൻസ് നാനോയിങ് ആപ്പ് സജഷൻസ്, നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ചറപറ വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അത് അതിനകത്തുണ്ട്. പിന്നെ അപ്പാർട്ട് ഫ്രം ദാറ്റ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ വാട്ട് വി കോൾ ബൈജൂസ് ആപ്പ്, സ്നാപ്ചാറ്റ്, അങ്ങനെ കുറച്ച് 2 ഉള്ളൂ, 2 ബ്ലോട്ട്വേഴ്സ് ഉള്ളൂ. സീനില്ല, 2 ഉണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഫൈൻ ഞാൻ പറയും. പക്ഷേ ഹോട്ട് ആപ്സ്, ഹോട്ട് ഗെയിംസ് എടുത്ത് കാണാമായിരുന്നു. പക്ഷേ നമ്മുടെ OnePlus നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അങ്ങനെ ബ്ലോട്ട്വേഴ്സ് കാര്യങ്ങളൊന്നുമില്ല, അനോയിങ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് ക്ലീൻ, ഒരു സ്റ്റോക്ക് ആൻഡ്രോയിഡിന്റെ ക്ലോസ്ഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് നമ്മുടെ UIയുടെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ 2 അടിപൊളിയായിട്ട് ഫീച്ചേഴ്സ് ഇംപ്ലിമെന്റഡ് ആണ്. പക്ഷേ ആ UIയുടെ ആനിമേഷൻ സ്കിൽസ്, ടച്ച് ഫീഡ്ബാക്ക്, അങ്ങനത്തെ എല്ലാം കൂടെ പക്കയായിട്ട് ആ UIയുടെ ഒരു ഇംപ്ലിമെന്റേഷൻ നടത്തിയിരിക്കുന്നത് കുറച്ചും കൂടെ അടിപൊളിയായിട്ട് നടത്തിയിരിക്കുന്നത് OnePlus ആണ്. ബാറ്ററി നമുക്ക് 5000 mAh ബാറ്ററിയാണ് രണ്ടിനും വരുന്നത്. ഇത് നമുക്ക് 120 വാട്ട് വിത്ത് അഡാപ്റ്റർ ഉണ്ട് വിത്തിൻ ദ ബോക്സ്. ഇത് നമുക്ക് 100 വാട്ട് അഡാപ്റ്റർ ആണ് വിത്തിൻ ദ ബോക്സ്. സോ രണ്ടും ചാർജിങ്ങിന്റെ കാര്യത്തിൽ റാപ്പിഡ് ഫാസ്റ്റ് ആണ്. സോ നെക്സ്റ്റ് നമ്മുടെ ഫിംഗർ പ്രിന്റ് സ്കാനർ ആൻഡ് ഫേസ് റെക്കഗ്നിഷൻ. സോ രണ്ടിനും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരിക. ഉണ്ടോ, റാപ്പിഡ് ടച്ച് ചെയ്യുക കേട്ടോ. ഓക്കെ, പെർഫെക്റ്റ് ആണ്, റാപ്പിഡ് ടച്ച് പെർഫെക്റ്റ് ആണ്. ഇനി നമ്മുടെ ഫേസ് ഓക്കെ ആണ്. വൺസ് അഗൈൻ ലോക്ക്ഡ്, അൺലോക്ക്. സോ രണ്ടും ഫാസ്റ്റ് OnePlus 11. ഓക്കെ, റാപ്പിഡ് ടച്ച് ഒരു ഡിലേ ഉണ്ട്, IQ പോലെ അത്ര ഫാസ്റ്റ് അല്ല. ഇനി നോർമൽ ടച്ച് ഓക്കെ ആണ്, നോ ഇഷ്യൂസ്. നോർമൽ ടച്ച് ഓക്കെയാണ്, നോ ഇഷ്യൂസ്. നോർമൽ ടച്ച് ഓക്കെയാണ്, ലോക്ക്ഡാണ്, അൺലോക്ക്. സോ ഫേസ് അൺലോക്ക് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണ നാളെ കിടുക്കനാണ്. പണ്ട് മുതലേ OnePlusന്റെ 6 മുതലൊക്കെ അടിപൊളി അൽഗോരിതമാണ് ഫേസ് അൺലോക്ക്. ഓക്കെ, സോ OnePlus ആണ് കുറച്ചും കൂടി അടിപൊളിയായിട്ട് ഫേസ് റെക്കഗ്നിഷൻ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഫിംഗർ പ്രിന്റ് സ്കാനർ കുറച്ചും അടിപൊളി വർക്ക് ചെയ്ത് IQ 11 ആണ്. ഓക്കെ, സോ നെക്സ്റ്റ് രണ്ടിന്റെയും ഏരിയാസ് ഓഫ് പെർഫോമൻസ്, രണ്ടിനും പ്രോപ്പർ ആയിട്ടുള്ള ഒരു IP68 ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസ് വരുന്നില്ല. ഒരു ലൈറ്റ് റെസിസ്റ്റൻസ് ഒക്കെ ഇതിന് വരുന്നുണ്ട്, ബട്ട് സ്റ്റിൽ പ്രോപ്പർ ആയിട്ടുള്ള IP68 റേറ്റിംഗ് വരുന്നില്ല. ആൻഡ് നെക്സ്റ്റ് എന്ന് വെച്ചാൽ വയർലെസ് ചാർജിങ് ആൻഡ് റിവേഴ്സ് വയർലെസ് ചാർജിങ് രണ്ടിനും വരുന്നില്ല. ഈവൻ നമുക്കറിയാം 25K സെഗ്മെന്റിലൊക്കെ ഓഫറിൽ വരുന്ന നത്തിങ് ഫോണിന് വരെ വയർലെസ് ചാർജിങ്, റിവേഴ്സ് വയർലെസ് ചാർജിങ്ങും ഉണ്ട്. പക്ഷേ ഇവർക്ക് 2 പേർക്കും വയർലെസ് ചാർജിങ്ങും റിവേഴ്സ് വയർലെസ് അത് എനിക്കൊരു ലൈറ്റ് കോണായിട്ട് തോന്നി. ബട്ട് ഈ ഒരു പ്രൈസിനെ എവിടെയെങ്കിലും കോംപ്രമൈസ് ചെയ്യാനുള്ള, സോ ഒബ്വിയസ്ലി ഇറ്റ്സ് ഫൈൻ ഫ്രം അപ്പാർട്ട് ഫ്രം ദാറ്റ് 2 ഡിവൈസസും ഓക്കെയാണ്. സോ ഗൈസ്, അത്രേ ഉള്ളൂ നമ്മുടെ IQ 11 വേഴ്സസ് OnePlus 11 ക്വിക്ക് ആയിട്ടുള്ള കമ്പാരിസൺ. സോ ഗൈസ്, ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.